പെഹൽഗാമിലുണ്ടായ അറ്റാക്കിന് പകരം ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ആക്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തതിൽ ഓരോ ഇന്ത്യനും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഇവൻ അഷെയിംഡ് ആണ്, ഇവന് നാണം തോന്നുന്നു. എന്താ മച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത്? ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ ഒരു എന്താ പറയുക, എനിക്ക് നമുക്ക് ഗൂസ് ബംസ് വരുന്ന സംഭവമായിരുന്നു. എടോ സിവിലിയൻസ് മരിച്ചു, കുട്ടികൾ മരിച്ചു എന്നുള്ള കാര്യം നിന്നോട് ആരുടെ പറഞ്ഞ നാറി? ഇവൻ്റെ സ്റ്റോറിയാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. ഇവന് കുറേ dead children, then it's not justice, it's horror. It's you, I'm not proud of my country for this. വേണ്ട ചെങ്ങൈ അൻ്റെ ഈ പ്രൗഡ് ആവുന്നത് ഇവിടെ ആർക്കട വേണ്ട എരപ്പേ? പിന്നെ നാണക്കെടുത്തി. Rotted brain. And your Islamophobia, probably because my name is Shriya Salim and I said no innocent life should be taken. അയ്യടാ ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ബെസ്റ്റ് അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക ഇസ്ലാമോഫോബിയാണ് ആൾക്കാർ പറയുന്നതിനുള്ള കണ്ടീഷനിൽ ആ മറ്റേ ആ കളി ഉണ്ടല്ലോ, വിക്ടിം കളി, അതെൻ്റെ വീട്ടിലെടുത്താൽ മതി. നീ റിയാസ് അല്ല, നീ ആസ് ആണ്, YAS അല്ല, ASS. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? എടാ പോടാ നീ സീരിയസ് ആയിട്ട് പറയാം. നീ പോ പാകിസ്ഥാനിക്ക് അതിൻ്റെ അങ്ങ് അപ്പുറത്തേക്ക് പോ. റിയാസ് സലീം എടാ ബിഗ് ബോസിൽ വന്നു എന്നല്ലാതെ ഏത് എരപ്പട നിന്ന ഈ ബിഗ് ബോസിൽ വന്നു എന്നല്ലാതെ എന്ത് ഇതിനൊരു പൂവും വെച്ചിട്ട് എടാ തിരയടാ പോയി ആ ചെമ്പരത്തി പൂവിൻ്റെ റീലിൽ തിരയും, അല്ലെങ്കിൽ ചെമ്പരത്തി പൂ എടുത്ത് വെക്ക്, ആൾക്കാർ കയ്യടിക്കും നിനക്ക്. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. പ്രിസൈസ് ആയിട്ട് കറക്റ്റ് അവരുടെ ഹൈഡ് ഔട്ട്സ് മാത്രം തെരഞ്ഞു പിടിച്ച് അടിച്ച ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ്റെ സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് പള്ളി പോയി, ആൾക്കാരുടെ ജീവൻ പോയി, കുട്ടികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് ഷെയിം ഓൺ മൈ കൺട്രി എന്ന് പറയുമ്പോൾ നീ എന്ത് നാറിയാടാ നീ എന്നെ കുത്തിയതല്ലല്ലോ. സ്റ്റോറി ഡോണ്ട് സപ്പോർട്ട് വാർ ദിസ് ഇൻ ദ മൂവി. അല്ല ഞങ്ങൾക്കിത് മൂവി ആയിട്ടാണ് തോന്നണേ, ഞങ്ങൾക്കായിരിക്കും ഇതൊരു മൂവി ആയിട്ട് തോന്നിയിട്ടില്ല മോനെ, മനസ്സിലായോ? ഞങ്ങൾ എന്നെ പോലെ മൗണ്ടൻ സ്കൈ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു മൂവി ആയിട്ട് തോന്നിയിട്ടില്ല. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നീ സ്വയം നിയന്ത്രിക്കണം. ഇത് പറഞ്ഞതിൽ എനിക്കൊരു തരത്തിലുള്ള റിഗ്രറ്റും ഇല്ല. മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. അടുത്ത ബസ് എപ്പോഴാണ് പറഞ്ഞത്? 33. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.